മെയ് ദിനത്തിൻ്റെ തലേദിവസം 1903. മറിയം നമ്മെ സ്നേഹിക്കുന്നു. അവൾ ദൈവത്തെ സ്നേഹിക്കുന്നു. തൻ്റെ ഓമന മകനായ യേശുവിനെയും അവൻ്റെ പീഡാസഹനങ്ങളെയും സ്നേഹിക്കുന്നു. അവൾ നമ്മുടെ അമ്മയാണ്. വിശുദ്ധ അൽഫോൺസ് റോഡ്രിഗസിനോട് മറിയം പറഞ്ഞു, മകനെ, അനന്തമായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അമ്മേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ മറിയത്തിനു സമർപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനല്ല എന്ന് വിശുദ്ധ ജോൺ ബർക്കുമാൻസ് പറയുന്നു. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അപകടത്തിലാണ് പലപ്പോഴും ഞാൻ ഇപ്പോഴും അതേ ബലഹീനൻ തന്നെയാണ്. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരണാനന്തരം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പാകെ എന്നെ തന്നെ ഞാൻ മറിയത്തിന് സമർപ്പിച്ചു. മെയ് 1, മാസ്യാദ്യ വെള്ളി. യേശു അവസാനം വരെ നമ്മെ സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മെ അനാഥരായി ഉപേക്ഷിച്ചു കളയാതെ അവിടുന്ന് നമുക്കായി ഒരമ്മയെ തന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളും പ്രിയപ്പെട്ടവളുമായ അമ്മയെയാണ് നമുക്ക് നൽകിയത്. ഏറ്റവും മാധുര്യമേറിയ ആ ഹൃദയത്തെ നീ സ്നേഹിക്കുക, നന്ദി പറയുക, മേരിയിൽ വിശ്വാസമുണ്ടായിരിക്കുക. അവൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നൊരു സമ്മാനമാണ്. മറിയത്തിനു നൽകപ്പെട്ടിരിക്കുന്ന സമ്മാനമാണ് നാം. മറിയത്തെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി ധാരാളം മക്കളെ യേശു അവൾക്ക് നൽകി. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ചെയ്യേണ്ടത്? മെയ് 2. സൂര്യൻ എല്ലാവരിലേക്കും ഒരുപോലെ പ്രകാശം ചൊരിയുന്നുണ്ടെങ്കിലും വസ്തുക്കളുടെ പരിശുദ്ധിക്കനുസരിച്ച് അവ പ്രകാശകിരണങ്ങൾ അധികമോ അല്പമോ സ്വീകരിക്കുന്നു. ആധ്യാത്മിക ലോകത്തും ഇപ്രകാരം തന്നെയാണ്. സൂര്യപ്രകാശത്തിൽ ആമഗ്നയായി മേരി നിൽക്കുന്നു. അഭിനന്ദനങ്ങൾ. അമ്മേ, എത്രയോ പ്രകാശകിരണങ്ങളാണ് എനിക്ക് നഷ്ടമായത്. എത്രയോ എണ്ണമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വഴി കാണാതെ പോയത്. രത്നം പോലെ എന്നെ ശുദ്ധീകരിക്കുക. സൂര്യപ്രകാശത്തിൽ വസ്തുക്കൾ അവയുടെ തനിമയിൽ കാണപ്പെടുന്നു. അതുപോലെ ഞാൻ ആയിരിക്കുന്ന വിധത്തിൽ എന്നെ കാണട്ടെ. അപ്പോൾ എനിക്കനുയോജ്യമായ സ്ഥലം സ്വന്തമാക്കാമല്ലോ. എല്ലാവരാലും ചവിട്ടി മെതിക്കപ്പെടുന്ന മണൽത്തരി പോലെ എന്നെ എളിമയുള്ളവളാക്കണമേ.